Welcome to my channel. ഒരു യൂട്യൂബർ, ഒരു ബ്ലോഗർ ആദ്യം തുടങ്ങുന്നത് ഒരു നോർമൽ മൊബൈൽ ഉപയോഗിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന വ്യൂവേഴ്സിൻ്റെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും മറ്റുള്ള വീഡിയോസുകളൊക്കെ ഓരോ വ്യക്തികളും പോസ്റ്റ് ചെയ്യാറുള്ളത്. അത്തരത്തിൽ നമ്മൾ തുടക്കത്തിൽ നോർമലി നമ്മൾ വ്യത്യസ്തമായ വീഡിയോസുകൾ പോസ്റ്റ് ചെയ്ത് ഒരു സാധാ മൊബൈലിൽ നമ്മൾ എങ്ങനെയാണോ വീഡിയോ എടുക്കുന്നത് അതെടുത്ത് പോസ്റ്റ് ചെയ്ത് അതിൽ നിന്നും കൂടുതൽ വരുന്ന വ്യൂവേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളത്. അതിനോടനുബന്ധിച്ച് വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടുകയും അതുപോലെ തന്നെ ആ വ്യൂവേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച് നമ്മളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണോ വീഡിയോ പ്രസൻറ്റ് ചെയ്യുക അതിനനുസരിച്ചായിരിക്കും ഓരോ വ്യൂവേഴ്സ് ഓരോ കണ്ടന്റ് ബേസിൽ ഓരോ യൂട്യൂബ് ചാനലിലും ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ കണ്ടന്റ് ബേസ് ചെയ്തിട്ട് പ്രേക്ഷകരുണ്ടാകുക. അതുപോലെ തന്നെയാണ് നമ്മളും വ്യത്യസ്തമായ വീഡിയോസുകൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ അപ്ഡേറ്റ് ആവുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തെമു എന്ന ആപ്പിലൂടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഏകദേശം 25ഓളം ഓർഡറുകൾ നമ്മൾ ചെയ്ത് ആ ഓർഡറിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസും നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇട്ടതായി നിങ്ങൾക്ക് കാണാം. ഈ ഒരു ആപ്പിലൂടെ നമ്മളും നമ്മുടെ യൂട്യൂബ് കൂടുതലൊരു പ്രൊഫഷണൽ വൽക്കരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു ഡെലിവറി നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഡെലിവറിയിലൂടെ നമ്മളൊരു ഗിംബൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. തന്നെ അതിൻ്റെ ഒരു അൺബോക്സിങ് നമുക്ക് കാണാം. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഗിംബല്. സ്ക്രീൻ ഗാർഡ്, സ്പോർട്സ് ഷൂ, ബൂട്ട്. ഈ ഒരു ഗിംബല് അൺബോക്സ് ചെയ്തിട്ട് ഈ ഒരു ഗിംബൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അതും കൂടെ നമുക്കൊന്ന് കാണാം. അയ്യോ, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഗിംബൽ. ഈ കാണുന്നതാണ്. ഇതിമിലിട്ടാലഞ്ഞ് ഇതുവരെ വ്ലോഗ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നേരത്തെ നമ്മൾ വാങ്ങിച്ച ഗിംബലിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം കാണുന്നത്. ഒരു വ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ യൂട്യൂബ് നമ്മളെ ഒരുപാട് അവരുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പ്രൊമോട്ട് ചെയ്യും. ഒരിക്കലും നിങ്ങൾ അവരെ മെമ്പർഷിപ്പ് എടുക്കരുത്. ഒരു പ്രാവശ്യം നിങ്ങൾ അവരെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സമയത്ത് ഏത് വീഡിയോസ് ആണോ, 1-2 വീഡിയോസിന് ഒരുപാട് ഒരു 20K 30K 40K വ്യൂവേഴ്സിനെ കാണിക്കും. ആ മെമ്പർഷിപ്പിന്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എത്ര വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് വ്യൂവേഴ്സ് വരില്ല. അത് ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് എടുക്കരുത്. നമ്മൾ കണ്ടന്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. എത്രത്തോളം കണ്ടന്റ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് വ്യൂവേഴ്സിനെ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരുപാട് മൈക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ട്രൈപോഡ്, മറ്റ് ക്യാമറ, ഇതൊന്നും കൂടുതൽ നിങ്ങൾ എക്സ്പെൻസീവ് ആയതൊന്നും വാങ്ങിക്കരുത്. കാരണം ഇതൊരു പ്രൊഫഷണൽ മേഖലയായി തിരഞ്ഞെടുക്കാത്ത കാലത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. മറിച്ച് നിങ്ങളൊരു പ്രൊഫഷണൽ മേഖലയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം ഒരുപാട് വ്യൂവേഴ്സ് കിട്ടി,
നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത വീഡിയോസിന് ആളുകൾ കാണാനുണ്ട്. അത്തരത്തിലുള്ള സമയം വരുമ്പോൾ മാത്രമേ നിങ്ങൾ നല്ല ക്യാമറ വാങ്ങാവൂ. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള മറ്റു മൈക്കുകളായിക്കോട്ടെ, മറ്റ് ഈ വ്ളോഗ് ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എത്രത്തോളം കണ്ടന്റ് ക്രിയേറ്റഡ് വീഡിയോസ് ആണെങ്കിൽ ആ വീഡിയോസ് കാണാനാണ് ഇന്ന് ആളുകൾ കൂടുതലുള്ളത്. കാരണം എല്ലാ ആളുകളും ഇന്ന്, ഒട്ടുമിക്ക ആളുകളും ഇന്ന് വ്ളോഗിങ് മേഖലകളിലേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയതുപോലെ മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണാനുണ്ടായിരുന്നു. ഇന്ന് കണ്ടന്റ് വീഡിയോസ് ആണ് ആളുകൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുക. നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു ഷോർട്ടായിട്ടുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പിന്നീട് ഒരിക്കലാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുക.